ബിഗ് ബോസ് വീടിനെ എനർജറ്റിക് ആക്കാൻ രതീഷ് എത്തി. വീക്കെൻഡ് എപ്പിസോഡിലായിരുന്നു രതീഷിന്റെ റീ എൻട്രി. എന്നാൽ രതീഷ് വളരെ കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ കാണൂ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ജിൻഡോയിലൂടെയാണ് രതീഷിന്റെ എൻട്രിയിലേക്ക് ലാലേട്ടൻ എത്തിയത്. ജിൻഡോയ്ക്ക് വിഷമങ്ങൾ വരുമ്പോൾ ഇവിടെ പറയാൻ ആരുമില്ലേ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ഞാൻ എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ പോയി, രതീഷും ജാൻമണിയും. പിന്നെ ഇവിടെയുള്ളവരോട് ഞാൻ പറയാറുണ്ട് ലാലേട്ട, പക്ഷെ അവരായിരുന്നു എന്റെ ഉറ്റ സുഹൃത്തുക്കൾ എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോയ്ക്ക് ആരോടെങ്കിലും തന്റെ സങ്കടങ്ങൾ പറയണമെന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ഉണ്ട് ലാലേട്ട, എനിക്കുള്ളിലെ വിഷമങ്ങൾ ആരോടെങ്കിലും പറയണമെന്നുണ്ട് എന്നാണ് ജിൻഡോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജിൻഡോയ്ക്ക് ചേരാൻ ഒരു തോൾ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ജിൻഡോ കൺഫ്യൂഷൻ റൂമിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനായി ഒരാൾ ഇരിപ്പുണ്ട് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഉടൻ തന്നെ ജിൻഡോ കൺഫ്യൂഷൻ റൂമിലേക്ക് പോയി. അവിടെ മുഖമെല്ലാം മറച്ച് കണ്ണടയെല്ലാം വെച്ച് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ജിൻഡോ അവിടെ എത്തിയ ഉടനെ ബിഗ് ബോസ് പറഞ്ഞു, ജിൻഡോയ്ക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ എന്ന്. തുടർന്ന് ജിൻഡോ ഈ വ്യക്തിയുടെ അടുത്ത് പോയിരിക്കുകയും തന്റെ മനസ്സിലെ സങ്കടങ്ങൾ ഓരോന്നായി പറയാനും തുടങ്ങി. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ് ജിൻഡോ ഇമോഷണൽ ആവാൻ തുടങ്ങി. അപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ടു. ജിൻഡോ ബാക്കിയുള്ള സങ്കടങ്ങൾ പറയാൻ മറ്റൊരവസരം നൽകാമെന്ന് പറഞ്ഞു. തൽക്കാലം ഇദ്ദേഹത്തെയും കൂട്ടി ലിവിംഗ് ഏരിയയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ജിൻഡോ ഈ വ്യക്തിയെയും കൊണ്ട് ലിവിംഗ് റൂമിലേക്ക് പോയി. രതീഷ് ആണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി നടക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെയെല്ലാം രതീഷ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ മത്സരാർത്ഥികളിൽ ചിലർ സുരേഷ് ഏട്ടനോ രതീഷോ സിബിനോ ആയിരിക്കുമെന്ന് ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിലും ഉള്ളിൽ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ലിവിംഗ് റൂമിലെത്തിയ ശേഷം മുഖം മൂടി മാറ്റിക്കൊള്ളാൻ ലാലേട്ടൻ പറഞ്ഞു. മുഖം മൂടി അഴിച്ചപ്പോഴേക്കും മത്സരാർത്ഥികളെല്ലാം സന്തോഷം കൊണ്ട് ചിരിക്കുകയായിരുന്നു. രതീഷിനെ കണ്ടതും ജിൻഡോയാണ് ഞെട്ടിയത്. ജിൻഡോയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. രതീഷിനെ കെട്ടിപ്പിടിച്ച് ജിൻഡോ കരഞ്ഞു. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് രതീഷിനെ കണ്ടതും ജിൻഡോയ്ക്ക് തന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടി എന്ന് തന്നെ പറയാം. രതീഷിനെ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം സന്തോഷത്തോടു കൂടി തന്നെ വരവേറ്റു. രതീഷ് ഇനി ഈ വീട്ടിൽ തമാശകൾ കൊണ്ട് നിറയ്ക്കണമെന്നെല്ലാം ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. പുറത്തുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് പറയരുത് എന്നതാണ് രതീഷിന് കൊടുത്ത നിബന്ധന. രതീഷ് എത്തിയതും അസലൊരു പാട്ടിലൂടെയായിരുന്നു തുടക്കം. തൃശ്ശൂർക്കാരിയായ നന്ദനയും കൂടി കൂടിയപ്പോൾ ബിഗ് ബോസ് വീടിന് താളക്കൊഴുപ്പേറിയ പോലെ തോന്നി. രതീഷിന്റെ റീ എൻട്രി ഉണ്ടെന്നുള്ള പ്രമോ വന്നതു മുതൽ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയിലാണ്, അതിലുപരി സന്തോഷത്തിൽ. ഇനിയെങ്കിലും ജബ്രികളുടെ ഡ്രാമ കണ്ട് മടുക്കണ്ടല്ലോ, രതീഷും ജിൻഡോയും കൂടെ ഒന്നിച്ച് പുതിയ കുറെ ഗെയിമെല്ലാം കാണാമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു. 2-3 ദിവസം മാത്രമേ രതീഷ് ഉള്ളൂ എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ നിരാശയിലായി. എന്തുകൊണ്ടും 100 ദിവസം നിൽക്കാൻ യോഗ്യതയുള്ള മത്സരാർത്ഥി തന്നെയാണ് രതീഷ്. രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയതിനു ശേഷമാണ് ജബ്രി കോംബോകളുടെ തുടക്കം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രതീഷ് ഒരു മത്സരാർത്ഥിയായി തന്നെ ബിഗ് ബോസ് ഹൗസിൽ തുടരണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത്.